ഹായ് ഗായ്സ്, ഇതൊരു കൺസ്ട്രക്ഷൻ സൈറ്റാണ്. നമ്മളെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ കുഴികളുണ്ടല്ലേ, ഇത് കാണുമ്പോൾ എന്തിനാണ് മൊത്തം കിണർ ഒഴിച്ചു വെച്ചേക്കുന്നത് അല്ലേ? ഒരു പ്ലോട്ടിലാണ് ഇത്രയും കിണർ. ഇതാ വീണ്ടും ഒരു കിണർ, ഇതാ അപ്പുറത്തൊരു കിണർ, ഇതാ അവിടെ ഒരു കിണർ, ഇവിടെ ഒരു കിണർ, ഇവിടെ ഒരു കിണർ. അപ്പോൾ സംശയം തോന്നുന്നു, എന്തിന് ഇത്രയും കിണർ 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 മറ്റേ ഏത് സിനിമയിലൂടെ കിണർ ഒഴിക്കണം? മറ്റേ വീട്ടിന്റെ ഫ്രണ്ടിൽ മുഴുവൻ മറ്റേ ദിലീപിന്റെ മറ്റേ ബിജു മേനോന്റെ സിനിമ ഏത്? അടികപ്പിയാരെ കുറിച്ച് അതല്ല, നേരിക്കൊണ്ടൊരു കുഞ്ഞാട്, അതിലെ പോലത്തെ സീനാണ്. പക്ഷെ ഇത് വെൽ ഫൗണ്ടേഷനാണ്. അപ്പോൾ ഫൗണ്ടേഷനിൽ നല്ലപോലെ ഹെവി ലോഡ് വരണ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്കും അത്രയും മാത്രം വെയിറ്റ് താങ്ങാൻ വേണ്ടിയായിട്ട് ഇതുപോലെ കിണർ പോലെ ഒരു ഡെപ്തിൽ കുഴിച്ചതിന് ശേഷം കോൺക്രീറ്റ് ഇട്ട് എന്നിട്ട് അതിന്റെ മുകളിൽ പില്ലർ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു 3, 4, 5, 6 നില കെട്ടിടങ്ങളൊക്കെ ഇപ്പോൾ 2 നിലയിൽ നിർത്തിയാലും ഭാവിയിൽ വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവരൊക്കെ കണ്ടാൽ മനസ്സിലാവും, ഇതാണ് വെൽ ഫൗണ്ടേഷൻ. ഇതുപോലെ മാറ്റ് ഫൗണ്ടേഷൻ ഉണ്ട്. ഇങ്ങനെ നമുക്ക് പിയർ, പ്രീ കൺസ്ട്രക്ട് പിയർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഏതാ കളറുണ്ടോ മാമി? എനിക്ക് ചുവപ്പ് മതിയേ. കറുപ്പുണ്ടോ? നിങ്ങൾക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നൊരു ഡ്രിങ്ക്സ് കാണിച്ചു തരാം. കുറച്ചധികം വർഷങ്ങളായി തോന്നുന്നു ഇത് കുടിച്ചിട്ട്. നമ്മള് പണ്ട് 3 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ആയിരുന്നു. ക്രിക്കറ്റില് എന്റെ മാച്ച് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മിന്നൂസിന് വേണ്ടിയായിരുന്നു കുപ്പിക്ക് വേറെ ആക്കിയ. ആ നൊസ്റ്റാൾജിയുടെ ടേസ്റ്റ് ആണ് അതിന്. അത് കൊള്ളൂല്ലേ? അത് ജീരകോ? അതേപോലെ കറുപ്പ് ഇപ്പോഴും പറഞ്ഞ ടേസ്റ്റ് തന്നെ. നമ്മൾ ക്രിക്കറ്റൊക്കെ കളിച്ച് താമസം രാവിലെ കളിച്ചതിന് ശേഷം അവസാനം ഈ ഒരു ഡ്രിങ്ക്സിന് വേണ്ടിയായിരുന്നു മാച്ച് ഫിക്സ് ചെയ്യണത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പോകുന്ന ഫീൽ. ഇപ്പൊ നമുക്ക് എത്ര വർഷമായി കാണും പിടിച്ചിട്ട്? ഒരു 6 വർഷമാവും. അതി കൂടുതലായി കാണും. 10 പഠിക്കുമ്പോ പിന്നെ കുടിക്കാൻ പറ്റിയിട്ടില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് 3 രൂപ 5 രൂപ വരെ കുടിച്ചിട്ടുണ്ട്. പിന്നെ കുടിച്ചില്ല. ഇപ്പൊ 8 രൂപയാണ് ഇന്നത്തെ വില. എല്ലാവർക്കും എന്റെ ഫൗണ്ടേഷന്റെ രീതി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിപ്പോ വീക്കായിട്ടുള്ള മണ്ണ് താന്നു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, വയൽ പ്രദേശങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് ഈ ഒരു രീതിയിലെ ഫൗണ്ടേഷൻ നമ്മൾ ചെയ്യുന്നത്. അല്ലാത്ത നല്ല ഉറപ്പുള്ള തറകളിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യം വരത്തില്ല. അല്ലാണ്ട് തന്നെ കോളത്തിലും ബീമിലുമായിട്ടൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് എത്ര മുതൽ ഹൈറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ.